ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ പെരട്ട് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു പാൻ എടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 500 ഗ്രാം ചിക്കനാണ്. ഈ ചിക്കനും സ്പൈസസും എല്ലാം നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 to 5 മിനിറ്റ്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്പൈസസിൻ്റെ റോ സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടിയാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു 4 to 5 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം സാൾട്ട് ചേർക്കാം. സാൾട്ട് ചേർത്ത് നമുക്ക് ഒന്നുകൂടെ നന്നായി 1 മിനിറ്റോളം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചിക്കനും പാനും മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രം എടുക്കാം. വേറൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തതിന് ശേഷം നമുക്കിതിൽ നീളത്തിലും കട്ട് ചെയ്ത 1 ഇഞ്ച് ജിഞ്ചർ ചേർക്കാം. ജിഞ്ചർ 1 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്ക് ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ക്ലോസ് ആണ്. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറി വരുമ്പം നമുക്ക് അതിലേക്ക് 2 സവാള ചേർക്കാം, തിന്നായിട്ട് കട്ട് ചെയ്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഞാൻ ഫസ്റ്റിൽ ഇതിൽ ജീരകം ചേർക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിലാണ് ജീരകം ചേർത്തത്. ഈ ഓണിയനൊക്കെ ഒരു സൈഡിലേക്ക് നീക്കിയിട്ട് നമുക്ക് ഉള്ള എണ്ണയിൽ ജീരകവും പൊട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഓണിയനൊക്കെ ഒരു ബ്രൗൺ കളറായി വരുമ്പം നന്നായിട്ട് ബ്രൗൺ ആവണമെന്നില്ല, കുറച്ച് ബ്രൗൺ ആയാൽ മതി. നമുക്കതിലേക്ക് 4-5 പച്ചമുളക് ചേർക്കാം. കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി ചേർക്കാം. തക്കാളിയും ഉള്ളിയും അതിലുള്ള പച്ചമുളകും എല്ലാം നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ തക്കാളിയൊക്കെ ഒന്ന് വാടുന്നത് വരെ. തക്കാളിയൊക്കെ വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്യുക. ആ സ്പൈസസും എല്ലാം ഒന്ന് മിക്സായി വരട്ട്, സവാളയും ഉള്ളിയൊക്കെ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കതിലേക്ക് 1 ഗ്ലാസ് 1-ാം പാൽ ചേർക്കാം, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ. ഇനി നമുക്ക് ഒരു 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം ഒരു 15 മിനിറ്റ്സ്. ഇപ്പോൾ ഉപ്പ് കുറവ് പോലെ തോന്നിയോണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ചോയ്സാണ്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഒരു 15 മിനിറ്റ്സ്. 15 മിനിറ്റ്സിന് ശേഷം നമുക്ക് കാണാം ചിക്കൻ എന്നുള്ള ഗ്രേവിയും തേങ്ങാപ്പാലിൻ്റെ ഗ്രേവിയൊക്കെ ആയിട്ട് കറി രൂപത്തിലുണ്ടാവുക. നമുക്കിതൊന്ന് ഇനി വറ്റിച്ചെടുക്കണം. ഈ സമയം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർക്കാം. ഗരം മസാലയും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർക്കാം. ഇതൊക്കെ ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ആ ഗ്രേവിയൊക്കെ വറ്റി വരും. ഒരു 5 to 6 മിനിറ്റ്സ് നമുക്കൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ ഇത് നന്നായി ഡ്രൈ ആയിട്ട് കിട്ടും. ഇത് നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെയോ ദോശൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ഷെഫ് നെബു ഫോർ യുവർ അമേസിംഗ് റെസിപ്പി.